എല്ലാവരുടെയും ആഗ്രഹം അർജുനും ശ്രീധുവും ഗെയിം ഓവറായതിനു ശേഷം പുറത്തേക്ക് വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ രണ്ടുപേരും കണ്ടപ്പോഴാണ് എല്ലാവർക്കും സന്തോഷമായത്. ഒരേ കളറിലുള്ള തീം ഇട്ടിട്ടാണ് കേട്ടോ രണ്ടുപേരും വന്നിട്ടുള്ളത്. ഇവരുടെ അർജുൻ്റെ കണ്ണട ശ്രീധുവിൻ്റെയാണ്. പിന്നെ ശ്രീധു കൊടുത്തിട്ടുള്ള മോതിരാണ് അർജുൻ്റെ കയ്യിലുള്ളത്. പിന്നെ ശ്രീധുവിനെ ഇവരെ മാത്രമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ശ്രീധുവിൻ്റെ മുഖത്ത് ആ ചമ്മൽ നമുക്ക് കാണാമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അർജുനും കാണാമായിരുന്നു. രണ്ടുപേരോടും ചിരിക്കാൻ പറയുമ്പോൾ രണ്ടുപേരുടെയും ചിരി കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഈ രണ്ടുപേരെ നമുക്കിനി എപ്പോഴൊക്കെയാണ് കാണാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നല്ല ഭംഗിയിലൊക്കെയാണ് ശ്രീധു എത്തിയിരിക്കുന്നത്. ശ്രീധുവിൻ്റെ ചായ തന്നെ മാറിയ പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര അവർക്ക് ഉടുപ്പും അതേപോലെ തന്നെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ശ്രീധു അർജുൻ നല്ല മാച്ചുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇനി ഇവരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ശ്രീധു ചെന്നൈ കിടക്കുന്നു, അർജുൻ കേരളത്തിൽ കിടക്കുന്നു. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകലൊക്കെ നടക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അർജുൻ്റെ ഇൻ്റർവ്യൂസ് കാണുമായിരിക്കും. അപ്പോൾ അർജുനും ശ്രീധുവും തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ജനഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കിട്ടിയിട്ടുള്ളത് അർജുനും അതുപോലെ തന്നെ ശ്രീധുവിനാണ്. തേർഡ് വീക്കിൽ ഏറ്റവും കൂടുതൽ 90% വോട്ട് കിട്ടിയിരിക്കുന്നത് അർജുനും, അതുപോലെ തന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നീ ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ശ്രീധുവിനാണ്. ഒരു തമിഴ് പെൺകുട്ടിയായ പെൺകുട്ടിക്ക് ഇത്രയധികം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അവരുടെ വിജയം തന്നെയാണ്. അപ്പോൾ പിന്നെ ജിത്തു ജോസഫിൻ്റെ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നതും അർജുനെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അർജുനെ തന്നെയാണ് ഭാഗ്യം. ഇനി അടുത്ത ഭാഗ്യം എന്ന് പറയുന്നത് ശ്രീധുവുമായിട്ടുള്ളതാണ്. അത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്